നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്തേ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് FCRIയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ FCRI എന്ന് പറയുന്ന ഫോറിൻ ഫണ്ട് ഏതെങ്കിലും ചാരിറ്റബിൾ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഫണ്ടിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ പാടില്ല. അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചു. ആ മാനദണ്ഡങ്ങളൊന്നും പ്രശ്നമുള്ള മാനദണ്ഡങ്ങളല്ല. അത് മാത്രമല്ല, കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങളുള്ളത്, കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്. പക്ഷേ കേരളത്തിൽ ഇത് ക്രിസ്ത്യൻ വിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കാനുള്ള നീക്കം പല കോണുകളിൽ നിന്നുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായി, ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായി. ഈ FCRI ഫണ്ട് വാങ്ങിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ 10% 12% ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുള്ളൂ താനും, ബാക്കിയെല്ലാം ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളാണ് താനും. ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസും ഉണ്ട്. പക്ഷേ പറഞ്ഞു വെക്കുന്നത് ക്രിസ്ത്യൻസിനെതിരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് ബദലായാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് വന്ന് ക്ഷേത്രങ്ങളുടെ എല്ലാം ട്രസ്റ്റുകളുടെ കണക്കുകൾ വിവരാവകാശത്തോടെ കൊടുക്കണമെന്ന് അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് 90% ക്ഷേത്രങ്ങൾ. ബാക്കിയുള്ള കുറച്ച് ട്രസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ കുടുംബ ട്രസ്റ്റുകളാണ്. അങ്ങനെ സ്വകാര്യ ക്ഷേത്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ആണ് ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിയാൽ. അല്ല, കേരളത്തിലും ആണ്. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ട്രസ്റ്റുകളുണ്ട്. സ്വകാര്യ ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ കുടുംബ ട്രസ്റ്റുകളുണ്ട്, ചില NSSന്റെ സ്ഥലങ്ങളുണ്ട്, പിന്നെ NSS ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ ഈ NSSന്റെ NDP പോലുള്ള അങ്ങനെയുള്ള ട്രസ്റ്റുകളുണ്ട്. അങ്ങനെ പലർക്കും ക്ഷേത്രങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസി പോലുമല്ലാത്ത, ഹിന്ദുമത വിശ്വാസി പോലുമല്ലാത്ത ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ആവശ്യപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ കണക്കെല്ലാം വിവരാവകാശത്തോടെ കൊടുക്കണമെന്നുള്ളതാണ്. വിശ്വാസികളുടെ പണമാണ് അവിടെ വരുന്നത്. അതിൻ്റെ ആത്യന്തികമായ അവകാശം വിശ്വാസികൾക്ക് മാത്രമാണ്. അതിലെന്തിനാണ് ഇപ്പോൾ വിവരാവകാശം വേണം, അല്ലെങ്കിൽ വിവരാവകാശത്തോടെ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അതിനെന്തെങ്കിലും നിയമസാധുതയുണ്ടോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. സത്യത്തിൽ ഈ സ്വകാര്യ ക്ഷേത്രങ്ങളുടെ, നമ്മൾ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ കണക്ക് പറ്റില്ല. അതിപ്പോ ഇൻകം ടാക്സിനും പോലീസിനും ഒക്കെ അന്വേഷിക്കുക, ഏജൻസികൾക്ക് അത് അന്വേഷിക്കുക. സാധാരണ മനുഷ്യർക്ക് അത് കാര്യമില്ല. അപ്പോ ഇവിടെ അതുപോലെയാണ്. ഈ ഒരു ക്ഷേത്രത്തിലെ ദേവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേവത എന്ന് പറയുന്നത് മൈനറാണ്, അത് മേജർ അല്ല. ഒരു കുട്ടി 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു ബാലൻ അല്ലെങ്കിൽ ബാലിക അല്ലെങ്കിൽ കൗമാരക്കാരൻ എന്തും ആകട്ടെ, ആ പരിഗണനയാണ് ഒരു ക്ഷേത്രത്തിലെ ഡയറ്റിക്കുള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ ഡയറ്റിയെ സംബന്ധിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സത്യത്തിൽ അതിന്റെ തന്ത്രി, അതായത് ഈ ദേവന്റെ പിതാവ്, ദേവതയുടെ പിതാവ് എന്ന സ്ഥാനമാണ് തന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. തന്ത്രിയാണ് പ്രതിഷ്ഠിക്കുന്നത്. ഈ സങ്കല്പം അങ്ങനെയാണ്. അപ്പോൾ തന്ത്രി പ്രതിഷ്ഠിച്ച് അവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം തീരുമാനിച്ച് ഇവിടെ എങ്ങനെ നിവേദിക്കണം, എന്ത് നിവേദിക്കണം, എപ്പോൾ നട തുറക്കണം, എപ്പോൾ നട അടയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, ഉത്സവം എന്ന് നടത്തണം, എത്ര ദിവസത്തെ ഉത്സവമായിരിക്കണം, ഉത്സവത്തിൽ എന്തൊക്കെ ചടങ്ങ് വേണം, അതുപോലെ ഒരു ദൈനം ഉദയാസ്തമയ പൂജ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം, രാവിലെ നട തുറക്കുന്നത് തൊട്ട് വൈകിട്ട് രാത്രി നട അടയ്ക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്ന തന്ത്രിയാണ്. ആ തന്ത്രി ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായ ആൾക്കാർ, അതായത് ഈ ക്ഷേത്രം നിൽക്കുന്ന ഭൂമി, ഇത് ഈ പറഞ്ഞതുപോലെ കുടുംബക്ഷേത്രമാണോ, ഗ്രാമക്ഷേത്രമാണോ, അല്ലെങ്കിൽ നഗരക്ഷേത്രമാണോ, ഇങ്ങനെയൊക്കെ പല ഇതുണ്ട്, കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിന് ഒരു ഉടമസ്ഥൻ കാണും. ആ ഉടമസ്ഥൻ ആണ് ഇതിനെ ഭരിക്കേണ്ടത്. ഇവിടുത്തെ വരവ് ചെലവ് കണക്കെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടുത്തെ ഈ മരാമത്ത്, ഭൗതികമായ കാര്യങ്ങൾ, അറ്റകുറ്റപ്പണികൾ, മരാമത്ത്, പുതിയ നിർമ്മാണം, ഇതെല്ലാം ഈ ഉടമസ്ഥന്റെ ഇതിലാണ്. ഉടമസ്ഥനെ ഊരായ്മക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ നമ്മൾ ഭരണഘടന വന്നതിന് ശേഷം നമ്മൾ ഈ വിവിധ മതവിശ്വാസങ്ങളുടെ ആരാധനാ രീതികളെക്കുറിച്ചുമൊക്കെ നിയമത്തിൽ പറയുന്നുണ്ട്. അതിൽ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദേവൻ അല്ലെങ്കിൽ ദേവത മൈനറാണ്, ഇത് ഇങ്ങനെ വേണം, ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കൽപ്പിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് ഈ പറയുന്നത് പോലെ വിവരാവകാശം ചോദിക്കാൻ സാധിക്കുമോ? ഇല്ല. ഒന്ന്. രണ്ട്, വിവരാവകാശത്തിന്റെ പരിധിയിൽ പെടുത്തണമെന്ന് ആവശ്യമാണ് വെച്ചത്. അതെ, അങ്ങനെ പരിധിയിൽ പെടുത്താൻ കഴിയും. നിയമപരമായി കഴിയില്ല.
കഴിയില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൽ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചൊരു ഒരു സംശയം ഉണ്ടായിരുന്നിരിക്കട്ടെ. അപ്പം അവിടുത്തെ വിശ്വാസി സമൂഹത്തിന് അവിടുത്തെ ഭരണസമിതിയോട്, ഊരാൺമക്കാരനോട്, തന്ത്രിയോട് ഒക്കെ ഇതേക്കുറിച്ച് ചോദിക്കാം. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലെ നടവരവിനെ സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അത് ദേവസ്വം ബോർഡ് വിശദീകരിക്കേണ്ടി വരും. ആരുടെ അടുക്കൽ, ആരാണോ ഇത് സംബന്ധിച്ച് നിയമപരമായ നടപടി എടുക്കുന്നത്, ആ നടപടിയുടെ ഭാഗമായി കോടതി പറയുകയാണ് നിങ്ങൾ അതിന്റെ കണക്ക് ഹാജരാക്കണം, അവിടെ ക്രമക്കേട് നടന്നു എന്നൊരു പരാതി കിട്ടിയിരിക്കുന്നു. ഇതിപ്പോ ആദ്യം ക്രമക്കേട് നേരെ കൊണ്ടൊന്ന് കോടതിയിലല്ല കൊടുക്കുന്നത്, അതിന് മറ്റു പല തലങ്ങളുണ്ട്. ആ തലങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കോടതിയിലെത്തുന്നത്. എങ്കിലും ഒരു അവിടെ ഹർജി വരുമ്പോൾ തന്നെ കോടതി നോക്കും, ഇയാൾ ആരാണ്, ഈ ഹർജിക്കാരന് ഗുരുവായൂർ അമ്പലവുമായിട്ട് എന്താണ് ബന്ധം, അല്ലെ? ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളിന് പിന്നെ കൊണ്ടുവന്ന് ഹർജി കൊടുക്കാൻ പറ്റുമോ? ആ ഹർജി സ്വീകരിക്കുമോ? ഇതൊക്കെ നിയമപ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളല്ല ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് ഇപ്പം MP ആയിട്ടിരിക്കുന്നെങ്കിലും മുമ്പൊരു പത്രപ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിയമവശങ്ങൾ അറിയാം. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധാരണ തലത്തിൽ ദേശാഭിമാനിയിൽ ഒരു റിപ്പോർട്ടറായിട്ട് തുടങ്ങി വളരെ ഉയർന്ന പദവിയിലെത്തിയ ആളാണ്. കൈരളി TV-യുടെ ഉയർന്ന തലത്തിൽ ചീഫ് എഡിറ്ററും MD ഒക്കെ ആയ ആളാണ്. ഏഷ്യാനെറ്റിലും കുറച്ച് നാൾ ജോലി ചെയ്തു. അങ്ങനെയുള്ള ഈ ജോൺ ബ്രിട്ടാസ് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളല്ല. അപ്പോൾ ഇതിനകത്തൊരു ദുഷ്ടലാക്കുണ്ട്. നമ്മളിത് മുമ്പ് കണ്ടത് ശ്രീലേക്ക് അറിയാം, ഛത്തീസ്ഗഡിൽ 2-3 കന്യാസ്ത്രീകൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് കുറച്ച് ആദിവാസി കുട്ടികളെ അവിടെ നിന്ന് അനുമതിയില്ലാതെ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു അവിടുത്തെ ആരോപണം. ആ ആരോപണം അത് സത്യമായിരുന്നു. അവര് ഈ പറയുന്ന പോലെ കുട്ടികളുടെ രക്ഷകർത്താക്കളോ മറ്റോ അനുവദിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. വാർത്തകളിലൊന്നും ആരും അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. അപ്പോൾ ആ വിഷയം ഉണ്ടായി. അവരെ അവിടുത്തെ പോലീസ് പരാതി വന്നു, അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടുന്ന് BJP-കാരൊക്കെ പോയി അത് സഹായിക്കാനൊക്കെ പോയി. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ജോൺ ബ്രിട്ടാസും വേറെ ചില ആൾക്കാരും കൂടെ അവിടെ ചെന്ന് വലിയ കാര്യത്തിൽ ഇവരെ കോടതിയിലൊക്കെ ഹാജരാക്കിയിട്ട് അവർ ജാമ്യത്തിലിറങ്ങി. ഈ ജാമ്യത്തിലിറങ്ങിയപ്പോൾ അവിടെ ചെന്ന് വലിയ ബഹളം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ അവരെ എതിരേൽക്കാൻ ചെല്ലുന്നു, സ്വീകരിക്കാൻ ചെല്ലുന്നു, അല്ലേ? ഈ ഗിമ്മിക്കുകളൊക്കെ എന്തിനാണ്? ഇത് ആരെ ബോധ്യപ്പെടുത്താൻ? വളരെ പെട്ടെന്ന്. അതായത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ല, ശരിക്കും ജോൺ ബ്രിട്ടാസ് അത് ചെയ്തത് യഥാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ മനസ്സ് അങ്ങനെ തന്നെയാണ്. മതേതര മനസ്സാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നാം തരം ലക്ഷണം മൊത്തം ക്രിസ്ത്യാനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നാട്ടിലുള്ളവരെയൊക്കെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്ന ആൾ സ്വന്തം മകളുടെ വിവാഹം നടത്തിയത് പള്ളിയിൽ വെച്ചാണ് ബിഷപ്പാണ് നടത്തിക്കൊടുത്തത്. അപ്പൊ അത് അവനവന്റെ കാര്യത്തിൽ വരുമ്പോൾ മതം പ്രശ്നമാവുകയാണ്. അത് നമ്മൾ ഈ പറയുന്ന ഇതെല്ലാം കമ്മ്യൂണിസം ഒക്കെ കേൾക്കാൻ കൊള്ളാം, അത് മറ്റുള്ളവരെ ജീവിതത്തിൽ നടപ്പാക്കാൻ ഉപദേശിക്കാൻ കൊള്ളാം, അല്ലാതെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ തിരിച്ചു വരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമുക്കറിയാം ഇപ്പോൾ വലിയ ക്രിസ്ത്യൻ പ്രേമമാണ്. ഈ ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാർ വീണത് എങ്ങനെയാണ്? ശ്രീലേ, വിമോചന സമരമല്ലേ? ഈ വിമോചന സമരം തുടങ്ങി വെച്ചത് ആരാ? കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളല്ലേ? അല്ലേ? പിന്നെ അത് വിജയിപ്പിക്കാൻ ഒടുവിൽ മന്നത്ത് പത്മനാഭൻ ഇറങ്ങേണ്ടി വന്നു, ഈഴവ സമുദായം ഇറങ്ങേണ്ടി വന്നു. ഇവരെല്ലാവരും കൂടി, ഈഴവ സമുദായം വളരെ കാര്യമായിട്ട് പരിശ്രമിച്ചില്ലെങ്കിലും അവർക്കും ഇതിൻ്റെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഈ സമരത്തെ വിജയിപ്പിക്കുന്നതിൽ പരോക്ഷമായി സഹായിച്ചു. പക്ഷേ ആ സമരം വിജയിച്ചത് മന്നത്ത് പത്മനാഭൻ ഇറങ്ങിയതുകൊണ്ടാണ്. ഇരിക്കട്ടെ. പക്ഷെ എങ്കിലും ആ വിമോചന സമരം തുടങ്ങി വെച്ചത് ആരാണ്? പിന്നെ ക്രിസ്ത്യൻ സഭകൾക്ക് അതിലുള്ള പങ്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇനി ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ച് കൊന്ന സംഭവമാണല്ലോ നമ്മൾ ഇതിനകത്തൊക്കെ പറഞ്ഞ് വായിച്ചൊക്കെ കേട്ടിട്ടുള്ളത്. അന്ന് എന്തൊരു വലിയ ലഹളയാണ് നടന്നത്. അപ്പോൾ ഈ മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തോട് ആ ഒന്നാം നമ്പൂതിരിപ്പാട് സർക്കാർ, EMS സർക്കാർ വീണതിന് ശേഷം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പുലർത്തിയിരുന്ന നിലപാട് എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? വളരെ കൃത്യമായിട്ട് ആ സഭകളിൽ നിന്ന് അകലം പാലിക്കുകയും ഒടുവിൽ കേരള കോൺഗ്രസ് രണ്ടായ സമയത്ത് PJ ജോസഫിനെ ഒപ്പം നിർത്തുകയും ചെയ്തു. അത് 1980-കൾക്ക് ശേഷമാണ്. 80-കൾക്ക് ശേഷമുള്ള രാഷ്ട്രീയത്തിലാണ് ആ മാറ്റം വന്നത്. അതായത് കേരളത്തിൽ അങ്ങനെ ഈ പറഞ്ഞതുപോലെ മതന്യൂനപക്ഷങ്ങളെ
ഒഴിവാക്കിക്കൊണ്ട് ഭരിക്കാൻ സാധ്യമല്ല എന്നൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറഞ്ഞതുപോലെ, അതുവരെ EMS പറഞ്ഞത് ഒരു വർഗീയ ശക്തികൾക്കും നമ്മൾ ഇടം കൊടുക്കൂല എന്നാണ്. പിന്നീട് ഈ ലീഗ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ബദൽ രേഖയൊക്കെ MV രാഘവൻ അവതരിപ്പിച്ചപ്പോഴും അതിനെ എതിർത്ത് EMSഉം VSഉം ഒക്കെ പറഞ്ഞത് എന്താ? വാസ്തവത്തിൽ ഈ ബദൽ രേഖ പിന്നെ നയനാരുടെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു കുഞ്ഞാണ്, ഒരു പൂവാണ്. പക്ഷേ എങ്കിലും നയനാര് രാഘവനെ മുന്നിൽ നിർത്തി കളിച്ചു. എന്നിട്ട് സമയമായപ്പോൾ നയനാര് ഊരി രാഘവന് ഊരാൻ പറ്റിയില്ല. അതാണ് ബദൽ രേഖയുടെ വിഷയം. പക്ഷെ ഈ ബദൽ രേഖ അവതരിപ്പിച്ചപ്പോൾ അന്ന് EMS പറഞ്ഞത് എന്താണ്? ഒരു വർഗീയ ശക്തിക്കും ഇടത് മുന്നണിയിൽ ഇടമില്ല. VSഉം അത് തന്നെ ആവർത്തിച്ചു. ഇങ്ങനെയെല്ലാം ആവർത്തിച്ച ആൾക്കാര് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കൂട്ടുപിടിച്ചു. എന്നിട്ട് ജോസഫിന്റെ സഹായത്തോടു കൂടിയാണ് ഭരിക്കുന്നത്. ജോസഫിന്റെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ജോസഫിനെയും കൂടെ കൂട്ടിയിട്ടാണ് നയനാര് പോപ്പിനെ കാണാൻ പോയത്, അല്ലെ? അവിടെ ചെന്ന് പോപ്പിനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഭഗവത്ഗീത കൊടുത്തു പോപ്പിന്. കാരണം ഇവിടുത്തെ ഹിന്ദു വോട്ട് ബാങ്ക് തകരാൻ പാടില്ലല്ലോ, ബാലൻസ് ചെയ്യണമല്ലോ. അപ്പൊ പത്രക്കാര് ചോദിച്ചു, നയനാരോട് ചോദിച്ചു, അല്ല അവിടെ ചെന്ന് എന്താ ഗീത കൊടുത്ത്? പിന്നെ അല്ലാതെ ഞാൻ വേറെ എന്താ കൊടുക്കുക? ഗീതയല്ലേ കൊടുക്കേണ്ടത്? ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ഭഗവത്ഗീത ഇന്ത്യയുടെ അടിസ്ഥാന തത്വശാസ്ത്രമാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയല്ലേ നയനാര്. പക്ഷെ അവിടെ നിന്നൊക്കെ പാർട്ടി ഒരുപാട് മാറിപ്പോയി. ആ മാറ്റമാണ് ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവരിലൂടെ പുറത്തു വരുന്നത്. അത് വളരെ കൃത്യമായിട്ട് ബ്രിട്ടാസ്, ഞാൻ ചോദിക്കട്ടെ, ഇത് പറഞ്ഞ ബ്രിട്ടാസിന് എന്തേ പള്ളികളുടെ കണക്കുകൾ വിവരാവകാശത്തിൽ പെടുത്തണ്ടേ? ക്രിസ്ത്യൻ പള്ളികളുടെ കണക്ക്, മുസ്ലിം പള്ളികളുടെ കണക്ക്, അവിടെയൊക്കെ വലിയ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സഭ ഞാൻ പറയുന്നുണ്ടല്ലോ, ദേവസ്വം ബോർഡ് മോഡലിൽ ക്രിസ്ത്യൻ ദേവസ്വം ബോർഡും വഖഫ് ബോർഡും ഉണ്ട്. വഖഫ് ബോർഡ് തത്വത്തിൽ ക്ഷേത്രങ്ങളുടെ അല്ല പള്ളികളുടെ വരുമാനം എടുക്കുന്നില്ലെങ്കിൽ പോലും വഖഫ് ചെയ്യുന്ന ഭൂമിയുടെ ക്രയവിക്രയമാണ് വഖഫ് ബോർഡിലുള്ളത്. എങ്കിലും ഒരു പള്ളിയിൽ ഞാൻ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും ഇതേ ദേവസ്വം ബോർഡ് മോഡലിൽ തന്നെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഹിന്ദു വിഭാഗങ്ങളുടെ ക്ഷേത്രങ്ങൾ കൈവശം വെച്ചേക്കുന്നത് പോലെ സർക്കാർ ഈ രണ്ട് വിഭാഗങ്ങളുടെ കൂടി വെച്ചില്ലെങ്കിൽ പിന്നെ മതേതര സർക്കാരാണെന്ന് പറയുന്നത് കാര്യമില്ല. എന്ത് കാര്യമുള്ള ഒന്നുകിൽ എല്ലാവരും ഏറ്റെടുക്കട്ടെ, ഹിന്ദു ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് ഭക്തർക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെയും സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കുക. എന്തേ ഈ അവിടെ തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കുന്നതിന്റെ ആദ്യ പടിയായിട്ട് പള്ളികളിലെ വരവ് ചെലവ് കണക്ക് വിവരാവകാശത്തിൽപ്പെടുത്തണ്ടേ? അതെന്താ ജോൺ ബ്രിട്ടാസിന് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊന്നും? അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹമൊക്കെ പറയപ്പെടുന്ന മതേതരത്വമൊക്കെ അദ്ദേഹത്തിന്റെ മറ്റുള്ള മതവിഭാഗങ്ങളുടെ ഇടയിലേ ഉള്ളൂ, സ്വന്തം വിഭാഗത്തിനിടയിലെ ഇടയിലേ ഉള്ളൂ. മതേതരത്വം പാലിക്കേണ്ടത് ഹിന്ദുക്കളാണ്, ബാക്കിയുള്ളവർക്കൊന്നും മതേതരത്വം പാലിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ന്യൂനപക്ഷങ്ങളാണ്, അവർക്ക് അതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, അവരൊന്നും മതേതരരാകേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ ബഹുഭൂരിപക്ഷം ഇൻക്ലൂഡിങ് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാട് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിരിക്കട്ടെ. അപ്പൊ ഇവിടെ എൻ്റെ ചോദ്യം, ശരി, ക്ഷേത്രങ്ങളുടെ സ്വകാര്യ ക്ഷേത്രങ്ങളുടെ വരവ് ചെലവ് കണക്ക് വിവരാവകാശ പ്രകാരം പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം എന്ന് ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെടുമ്പോൾ ഒപ്പം ഇതും കൂടി താങ്കൾ ആവശ്യപ്പെടണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതായത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ പള്ളികൾ, മുസ്ലിം പള്ളികൾ, അതുപോലെ സിഖ് ഗുരുദ്വാരകൾ, ബൗദ്ധ ജൈന വിഹാരങ്ങൾ, ഇവരുടെ എല്ലാം വരവ് ചെലവ് കണക്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തണം. എന്താണ് അതിൽ തെറ്റ്? ഒരു തെറ്റുമില്ല. അങ്ങനെ ഈ സ്വകാര്യ ക്ഷേത്രങ്ങളുടെ മാത്രം നിങ്ങൾ ഇത് പറയുമ്പോൾ, ക്ഷേത്രങ്ങൾ കഴിഞ്ഞു, ഇനി അടുത്ത സ്വകാര്യ ക്ഷേത്രങ്ങളിലേക്ക് ഹിന്ദുവിന്റെ ഭൂമിയും സ്വകാര്യ വസ്തുക്കളും ഈ അല്ല നമ്മളിനി കൊടുക്കേണ്ടി വരുമോ? ഭൂപരിഷ്കരണം കൊണ്ട്, അതായത് പണ്ട് ജസിയ കരമുണ്ടായിരുന്ന പോലെ ഇനി നമ്മുടെ സ്വത്തുക്കൾ ആരെങ്കിലും വിവരാവകാശം ചോദിച്ചാൽ നമ്മുടെ ബാങ്കിലെ വരുമാനവും ബാങ്കിൽ വരുന്നത് എന്താണെന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ ജോൺ ബ്രിട്ടാസ് നാളെ പറയും, ഒരു സർക്കാരോടൊക്കെ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. ഹിന്ദുക്കളെല്ലാം ഇവിടെ ടാക്സ് കൊടുക്കണം. ഇവർക്ക് ഇവരാണ് ഇന്ത്യയിൽ അധികാരത്തിൽ എത്തിയിരുന്നെങ്കിൽ ബ്രിട്ടാസ് നടപ്പാക്കിയത് ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിൽ ഭരിച്ചിരുന്നതെങ്കിൽ എന്തൊക്കെ കാണണമായിരുന്നു, എന്തൊക്കെ കാണണമായിരുന്നു ഈ നാട്ടിൽ. ഇതെല്ലാം നടപ്പാക്കി ഈ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെ ഛിന്ന ഭിന്നമാക്കിയേനെ എന്നുള്ള കാര്യം
ഒരു സംശയവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ട തന്നെ അതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. വർഗീസ് വൈദ്യനെ പോലെയുള്ളവരുടെ ആത്മകഥയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ പാരമ്പര്യത്തോട്, ഇന്ത്യൻ പൈതൃകത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖം തിരിച്ചതിന് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള കുറച്ച് ഒരല്പം ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, ഈ പൈതൃകത്തെ സ്നേഹിക്കുന്ന, ഈ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ചിലരും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ. അപ്പം അതുകൊണ്ട് ജോൺ ബ്രിട്ടാസിനോടുള്ള ഒരു എളിയ അഭ്യർത്ഥന, അദ്ദേഹം മുൻകൈയെടുത്ത് സ്വകാര്യ ക്ഷേത്രങ്ങളുടെ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ പള്ളികളുടെയും മുസ്ലിം പള്ളികളുടെയും മറ്റ് ഇതുപോലുള്ള ആരാധന എല്ലാ സ്വകാര്യ എങ്കില് നിങ്ങൾ തികഞ്ഞ 916 ഹാൾമാർക്ക് MP, 24 കാരറ്റ് തനി തങ്കം MP എങ്കിലേ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കള്ള നാണയമാണ് പറയേണ്ടി വരും. ജോൺ ബ്രിട്ടാസെ, നന്ദി, നമസ്കാരം, ലാൽ സലാം.